അതെ, ഇക്കൊല്ലം മഴ നേരത്തെ തുടങ്ങി. ഇങ്ങനെ മഴ പെയ്താ ഇക്കൊല്ലം നമുക്ക് ഈ മഴക്കാലം കഴിച്ചു കൂട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കേട്ടോ? ഈ തറയാകെ തെഞ്ഞു മാറി കിടക്കുക. ഈ അടുക്കള ഭാഗത്ത് ചുമര് മുഴുവൻ നനഞ്ഞു കുതിർന്നിരിക്കുക. ഏത് നേരത്തോ ഇതെല്ലാം കൂടി ഇടിഞ്ഞു വീഴുന്നെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, നന്നായി കേൾക്കുന്നുണ്ട് കാന്തേ. അയ്യോ, നീ പതുക്കെ പറഞ്ഞാലും പറയുന്നതിന്റെ അർത്ഥം ഒന്നും മാറാൻ പോകുന്നില്ല. ഞാനിങ്ങനെ പറഞ്ഞോണ്ടും ഇരിക്കും, നിങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടും ഇരിക്കും. അതിന് പറ്റില്ല കേട്ടോ. എന്നാ ഒരു കാര്യം ചെയ്യാം, നീ ഇനി പറഞ്ഞോണ്ടിരിക്കണ്ട, അപ്പൊ എനിക്കിനി കേട്ടോണ്ടിരിക്കണ്ടല്ലോ. ഈ മഴക്കാലത്ത് ഇവിടെ കുളമാവും, ഉറപ്പാണ്. എന്നാ പിന്നെ മുങ്ങി കുളിക്കാൻ വേറെ എവിടെയും പോണ്ടല്ലോ. മുങ്ങില്ലെങ്കിൽ മുക്കി കൊല്ലും ഞാൻ. അല്ല പിന്നെ ചത്തുപോയാലും ഞാനായിട്ട് ചുടുകാട്ടിലേക്ക് പോണ്ടല്ലോ, വല്ലവനും എടുത്തോണ്ട് പൊക്കോളും. അതെ, നിങ്ങൾ കേറി ആ മുളയൊക്കെ ഒന്ന് മാറ്റി പുതിയ പുല്ലുകൊണ്ട് ഈ കൂരയൊക്കെ ഒന്ന് മേയ്. ഞാനും സഹായിക്കാം. എനിക്ക് വയ്യടി, തടി അനക്കി കൂടാഞ്ഞിട്ടാ. എന്റെ പൊന്ന് കെട്ടിയോനല്ലേ, നല്ല കാന്തനല്ലേ. നമ്മൾ ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ ആര് ചെയ്യുമെന്നാ? എഴുന്നേക്കൂ, വൃത്തിയേട്. കോട്ടുവായിട്ടില്ലെങ്കിലേ ഉറങ്ങിപ്പോവും, അതുകൊണ്ടാ. നീ ചെന്ന് എനിക്കൊരു ചുക്ക് കാപ്പി ഇട്. നല്ല പെണ്ണല്ലേ, ചെല്ല. ചുക്ക് കാപ്പി ഇവിടെ ഒരു ചുക്കുമില്ല. നിങ്ങൾ ഈ ചോർച്ച മാറ്റാനുള്ള പണിയെടുക്കോ? പണിയെടുക്കണമെങ്കിൽ എനിക്കൊരു ചുക്ക് കാപ്പി കുടിക്കണം. ചുക്ക് കാപ്പി വേണമെങ്കിലേ ചുക്ക് വേണം, കരിപ്പെട്ടി വേണം, കാപ്പിപ്പൊടി വേണം. ഇതൊക്കെ വാങ്ങാൻ പണം വേണ്ടേ? വേണം. അതിനെ പോയി പണിയെടുക്കണം. എന്ത് പണി? ആര് തരാൻ? പണിയുണ്ട്, തരാൻ ആളുമുണ്ട്. പണിയെടുത്താ അതിന് കൂലിയായി പണവും കിട്ടും. ഒന്ന് വേഗം പോകാന്താ. എവിടെ പോയി നോക്കാനാ കാന്തേ? കണ്ണിൽ ഇരുട്ട് കേറിയിട്ട് എനിക്കൊന്നും കാണാൻ പറ്റില്ല. കാത് കേക്കാലോ. ഞാൻ പറയുന്നത് കാതോർത്ത് കേട്ടാ മതി. അതുപോലും എത്ര മെനക്കെട്ടാ ഞാൻ ചെയ്യുന്നത് നിനക്കറിയാമോ? കേട്ടാ മാത്രം പോരാ, ഈ കൂരേന്ന് ഇപ്പൊ ഇറങ്ങണം. അത്രക്കായോ നിങ്ങളെ ഇന്ന്? ഇത് എവിടെ? മര്യാദക്ക് പണിക്ക് പോവാൻ പറഞ്ഞാ കേൾക്കാം. മടി പിടിച്ച് ഇവിടെ